വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇക്കായി 1-ലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ജിന്ദഗി കാ സഫർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജിന്ദഗി കാ സഫർ, ജിന്ദഗി ജീവിതം, സഫർ യാത്ര, ജീവിതമാകുന്ന യാത്രയാണ്, ജീവിതത്തിന്റെ യാത്ര. ഹൈക്കു, ഹൈക്കു എന്ന് പറഞ്ഞാൽ കവിതകളാണ്. കുഞ്ഞു കുഞ്ഞു 3 വരികൾ മാത്രമുള്ള കവിതകൾക്കാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3 ഹൈക്കു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം, സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. ഇത് എഴുതിയിരിക്കുന്നത് സുരംഗ്മ യാദവാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സൂഖായ ബാഡ്, സൂഖ എന്ന് പറഞ്ഞ വരൾച്ച, വരണ്ടിരിക്കുക. ബാട്ട് എന്ന് പറഞ്ഞാലോ വെള്ളപ്പൊക്കം. സാഹബ്, ഇവിടെ സാഹബ് എന്ന് പറഞ്ഞാൽ പണക്കാരനായിട്ടുള്ള ആളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജന്മി അങ്ങനെയൊക്കെ. ആംഗൻ മുറ്റം. സദാ ഫുഹാർ, എപ്പോഴും. ഫുഹാർ എന്ന് പറഞ്ഞാൽ തണുപ്പ്, കുളിർമ, അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴ ഒക്കെ, നല്ല ഒരു അന്തരീക്ഷം, നല്ല അവസ്ഥ, അതിനെയാണ് കാണിക്കുന്നത്. എന്താണ് ഈ ഒരു ഹൈക്കുന്റെ ആശയം? സാധാരണക്കാര് വരൾച്ചയും വെള്ളപ്പൊക്കവും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളില് പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുമ്പോൾ സമൂഹത്തിലെ സമ്പന്നരായ ആളുകളെ, ഇവിടെ സാഹബ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സുഖസൗകര്യങ്ങളും സമൃദ്ധിയും നിലനിൽക്കുന്നു എന്ന ഒരു സാമൂഹിക അസമത്വമാണ് ഈ വരികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ, യഹാം കിസ് ഹാലത് കി ഓർ ഇഷാര കിയാ ഗയാ ഹെ. ഈ ഒരു വരി കൊണ്ട് ഏതൊരു അവസ്ഥയെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലെ പണക്കാരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്ത ഹൈക്കു. पिता ने ढूंढी लाटियां बुढ़ापे की दिखती नहीं. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പിതാ അച്ഛൻ, ഡൂണ്ടി തിരഞ്ഞു, തപ്പി എന്നൊക്കെയാണ് അർത്ഥം. ലാഠിയാം വടി, ബുഡാപ്പേക്ക് വയസ്സാവ, വയസ്സുകാലത്ത്, ദിക്തി നഹി കാണാൻ പറ്റുന്നില്ല, കണ്ടില്ല. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇവിടെ വടി എന്നതൊരു പ്രതീകാത്മകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ വാർദ്ധക്യകാലത്ത് മാതാപിതാക്കൾക്ക് തുണയാകേണ്ടത് മക്കളാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് മക്കൾ മാതാപിതാക്കളെ വൃദ്ധകാലത്ത് സംരക്ഷിക്കുന്നില്ല. വൃദ്ധനായ പിതാവ് തന്റെ മക്കളുടെ സ്നേഹവും പരിചരണവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ലാട്ടിയാം ബുഡാപ്പേക്ക് ദിക്തി നഹി, ഇൻ പങ്ക്തിയോ സെ ക്യാ ആശയം മിൽത്താ ഹെ. ഇതുകൊണ്ട് എന്ത് ആശയമാണ് കിട്ടുന്നതെന്ന്. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് തണലാകേണ്ട മക്കൾ അവരെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ വരികൾ കാണിക്കുന്നത്. അടുത്ത ഹൈക്കു. ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ഢൂണ്ഡ്തി രഹി തിരഞ്ഞുകൊണ്ടിരുന്നു, ബർഫീലി നഗരീമേ, ബർഫീലി എന്ന് പറഞ്ഞാൽ തണുത്ത, മഞ്ഞ് പെയ്യുന്ന, നഗരീമേ നഗരത്തിൽ, നേഹ്കി സ്നേഹത്തിന്റെ, ആഞ്ച് ചൂട്, കമല നിഘുർപ്പ. ഈ വരികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഞ്ഞ് നിറഞ്ഞ നഗരം എന്നത് ഒരു വികാരമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ആധുനിക നഗര ജീവിതത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ തിരക്ക് പിടിച്ച നഗരങ്ങളില് മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനോ സഹായിക്കാനോ ഒക്കെ മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ വലിപ്പവും മനുഷ്യത്വവും ഒക്കെ തിരയുന്ന ഒരു മനസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച് സെ ക്യാ താത്പര്യ ഹേ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആധുനിക നഗരങ്ങളിൽ ആളുകൾക്കിടയിൽ സ്നേഹവും പരസ്പര ബന്ധങ്ങളും ഒക്കെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള വികാരരഹിതമായ അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയും, ഇപ്പൊ മറ്റുള്ളവരിൽ നിന്ന് അല്പം സ്നേഹവും കാരുണ്യവും ഒക്കെ ലഭിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇത് കാണിക്കുന്നത്.
അപ്പൊ 3 ഹൈക്കു ഒന്നുകൂടി വായിച്ചു നോക്കുക. അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നും ശ്രമിക്കുക. गतिविधियां एक्टिविटीज जिंदगी की चुनौतियां विषय पर टिप्पणी लिखे. ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ പ്രിഫറൻസസ്, ഈ ഒരു വിഷയത്തില് നിങ്ങൾ ഒരു ഖണ്ഡിക എഴുതാനാണ് പറയുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഇത് സ്വന്തമായിട്ട് തന്നെ എഴുതണം. കാരണം നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കാണ് വാല്യൂ ഉള്ളത്. ഇത് എഴുതാനുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. जिंदगी सुख और दुख का मेल है. हर इंसान के जीवन में कई तरह की कठिनाइयां आती है, जैसे आर्थिक, सामाजिक, मानसिक या शारीरिक समस्याएं. जीवन की सुंदरता मुश्किलों से भागने में नहीं, बल्कि उनका हिम्मत से सामना करने में है. कठिन परिस्थितियां इंसान को मजबूत बनाती है और उसकी छिपी हुई ताकत को बाहर लाती है. जो व्यक्ति धैर्य और सकारात्मक सोच के साथ हर समस्या का सामना करता है, वही जीवन में सफल होता है. सच में चुनौतियों ही जिंदगी को रोचक और बेहतर बनाती है. ഇതുപോലെ നിങ്ങളും മലയാളത്തിൽ നല്ല ഖണ്ഡിക എഴുതിയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുക. അനുബന്ധ കാര്യ ഹൈക്കു സങ്കലിത് കരേ. ഇതുപോലെയുള്ള ഹൈക്കുകൾ ഇനിയും നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ അവതരിപ്പിക്കുക. മദത്തിലെ ഈ ചാപ്റ്ററിന്റെ വാക്കുകളുടെ അർത്ഥം ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒക്കെ വായിച്ച് പഠിക്കുക. इस खूबसूरत और विशाल दुनिया में, ഈ ഭംഗിയുള്ള മനോഹരമായ വിശാലമായ ലോകത്തിൽ, सबसे पहले आप कहाँ जाना चाहेंगे? നിങ്ങൾ ഏറ്റവും ആദ്യം എവിടെയാണ് പോവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോരുത്തർക്കും ഇതിന് ഓരോ ഉത്തരമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലത്തെ പറ്റി ആലോചിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നും ആലോചിക്കും. ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല തരത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടും. ഈ ഹൈക്കു എഴുതിയിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ സെക്കൻഡ് ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അതിവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.